ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസ് കണ്ടു. BB7 എന്ന ഏഴിൻ്റെ പണി എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസ് ഞാൻ കണ്ടു. അപ്പോൾ വിന്നറായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അനുമോളാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:55 വരെ ഞാൻ ഈ ഷോ കണ്ടു. 10:55 എന്നായപ്പോഴും ഞാനത് എനിക്കെന്തോ പിന്നെ കാണാൻ തോന്നില്ല. ഞാനത് ഓഫാക്കിയിട്ട് ഞാനങ്ങ് എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ അനീഷേട്ടൻ പറഞ്ഞേക്കണ എന്താണെന്ന് പോലും കേട്ടിട്ടില്ല. ഞാൻ ഈ പ്രോഗ്രാം കാണാൻ തുടങ്ങിയേക്കണ സീസൺ 5 മുതലാണ്. അത് ഞാൻ എപ്പിസോഡ്സേ കണ്ടിട്ടുള്ളൂ. സീസൺ 6 ഞാൻ എപ്പിസോഡ്സേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സീസൺ 7 ഞാൻ ലൈവ് കണ്ടിട്ടുള്ളതാണ്. അനീഷേട്ടന് ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നല്ലോ. ടോപ്പ് 5 വന്ന ഇതിനകത്ത് ഡിസേർവ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ കൺഗ്രാജുലേഷൻസ് ആണ്. അതായത് നമ്മുടെ അക്ബറേട്ടനും ഷാനവാസിക്കും നെവിനും പിന്നെ ആരായിരുന്നു അനീഷേട്ടന് ഹൃദയം എന്ന് പറഞ്ഞ ആശംസകളുണ്ട്. നിങ്ങളായിരുന്നു വിന്നർ ആവേണ്ടത്. പക്ഷേ പണം ഒത്തിരി എറിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കേ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും എന്നെപ്പോലുള്ള ഈ ലൈവ് കണ്ട് എല്ലാം വിലയിരുത്തുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരുടെയൊക്കെ മനസ്സിൽ അനീഷേട്ട നിങ്ങൾ തന്നെയാണ് വിന്നർ, വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമാണ് വിന്നർ. അപ്പം അനീഷേട്ടനെ എൻ്റെ വക എല്ലാവിധ ആശംസകളും. നിങ്ങളെപ്പോലൊരു വ്യക്തിനെ പരിചയപ്പെടുത്തി തന്നതിനും ഏഷ്യനോട് നന്ദി പറയുന്നു. നെവിൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിനും ഏഷ്യനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഈ പ്രോഗ്രാം കാണാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്കൊരു ഇഷ്ടമുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഷാനവാസാണ്. അതായത് ചെറുപ്പത്തിൽ നമ്മൾ കുങ്കുമപ്പൂ സീരിയൽ കണ്ടിട്ടുണ്ട്. വീട്ടിൽ അമ്മമാരൊക്കെ ഇരുന്ന് കാണുന്ന ടൈമിൽ നമ്മൾ കൂടുന്നത്. അപ്പോൾ ഷാനവാസ് എന്ന് പറഞ്ഞൊരു നമുക്ക് അതായത് ക്രഷ് പോലെ, അത് അന്നത്തെ ഒരു ശരിക്കൊരു ഹീറോ ആണല്ലോ. അപ്പം ഞാനൊക്കെ കണ്ടേക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലറിയാവുന്നൊരു പിന്നെ അനുമോളുടെ യാതൊരുവിധ പ്രോഗ്രാമും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അവരെന്താണെന്ന് ഒന്നും അറിയത്തില്ല. ഞാൻ പിന്നെ അതിനകത്ത് വേറെ ആരും തന്നെ അങ്ങനെ അറിയാവുന്നതല്ല. പിന്നെ ഫസ്റ്റ് വീക്കിൽ ഞാൻ ലൈവും കൂടി കണ്ടേക്കണില്ല. ഫസ്റ്റ് വീക്കിൽ അനീഷ് നന്നായിട്ട് വെറുപ്പിച്ചു. ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് അപ്പം അതിനകത്ത് കുറച്ച് വെറുപ്പിച്ചു. നമുക്ക് എന്താ പറയണ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ എനിക്ക് പക്ഷേ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് വീക്ക് അല്ല, ഐ തിങ്ക് സെക്കൻഡ് ഡേ മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് നെവിനെയാണ്. പിന്നെ ഞാൻ നെവിൻ്റെ ഒരു ഫാനായിരുന്നു. സത്യം പറഞ്ഞു, നെവിൻ ആ സമയത്തൊക്കെ ഇറങ്ങിപ്പോയ സെക്കൻഡ് വീക്കിലാണ് നെവിൻ ഇറങ്ങിപ്പോണത്. ശരിക്കും ആ ഷോ നിന്നുപോയ പോലെ തോന്നി എനിക്ക് അതുപോലെ നെവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാൻ വോട്ടൊന്നും നെവിന് ഞാൻ ചെയ്തിട്ടില്ല ആ ടൈമിലൊന്നും. ഞാൻ എപ്പോഴും ഷാനവാസിനെ തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഷാനവാസ് ഇല്ലെങ്കിൽ മാത്രം ഞാൻ മേ ബി നമ്മുടെ നെവിന് വോട്ടിക്കും. അതല്ലെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് വോട്ട് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ ഭാഗത്തു നിന്ന്. അപ്പം ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇൻസ്റ്റയിലെ കുറച്ച് സ്റ്റോറിയൊക്കെ ഇട്ടപ്പോഴത്തേനും എൻ്റെ ചെറിയ ഇൻബോക്സ് മെസ്സേജൊക്കെ അധികമൊന്നുമില്ല, നമുക്കറിയാവുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ലൈവ് കണ്ടേക്കുന്ന ആളാണ്. PR വർക്കിൻ്റെ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അനീഷിനും PR ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയും അനുമോള് ഞാൻ ഇപ്പോഴും പറയും, ഞാൻ ആദ്യം മുഖത്ത് നോക്കിയിട്ടാണല്ലോ ഞാൻ പറയും, അനുമോൾ ഒട്ടും ഡിസേർവ്ഡ് ആയിട്ടില്ല. അനീഷ് അവിടെ നിൽക്കുമ്പോൾ അനുമോൾ ഒട്ടും ഡിസേർവ്ഡ് ആയിട്ടില്ല. എനിക്കൊന്നും ഒന്നുമില്ല. കാരണം അനീഷിന് അതുപോലെ സപ്പോർട്ട് ആണ്. ശരി, അനീഷിനും PR വർക്ക് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇതുവരെയായിട്ടും ഒരാളോട്, അതായത് അക്ബർ ഇറങ്ങി പോകുന്ന നേരത്ത് അക്ബർ അനീഷിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെയായിട്ടും ഒരാളെ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല, നിങ്ങളെപ്പോഴും നല്ലൊരു രീതി തന്നെ നല്ലൊരു സൂപ്പർ ഗെയിമറാണ്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം അദ്ദേഹം ഒരു ചീത്ത വാക്കോ ആരെക്കുറിച്ചോ ഒരു ചീത്ത, നേരത്തെ പോയി കിടന്നുറങ്ങും, നേരത്തെ എഴുന്നേക്കും, അദ്ദേഹത്തിൻ്റെ റൊട്ടീൻസ് ചെയ്യും, ഇടപെടേണ്ട കാര്യത്തിൽ ഇടപെടേണ്ട, അനാവശ്യമായിട്ട് ആരും കുറ്റം പറഞ്ഞിട്ടില്ല, അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയണ ഒരുപാട് കാര്യം. പക്ഷേ ഈ അനുമോളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവൻ ഫസ്റ്റ് മന്തിൽ തന്നെ ജസ്റ്റ് ഒരു
നമ്മുടെ ടാസ്ക് കൊടുത്ത ബിഗ് ബോസിൽ ടാസ്ക് കൊടുത്തതിൽ അതിനകത്ത് അനുമോളുടെ ഫോട്ടോ കത്തിച്ചു. അനുമോൾ എന്താ നാടകമായിരുന്നു. അതുപോലെ ജിസേലിനെയും ആര്യനെ കുറിച്ച് പറഞ്ഞത്, അതുപോലെ തന്നെ അപ്പാനിനെയും ബിൻസിനെ കുറിച്ച് പറഞ്ഞത്, ശൈത്യനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ വെറുതെ ഒരാളെ കട്ടപ്പാന്ന് വിളിക്കണത്. അങ്ങനെ എത്രയോ മാറ്റർ ഉണ്ടാക്കി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ നമ്മുടെ അനുമോള്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? അതൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ടോ? പിന്നെ ലാസ്റ്റ് ടൈമിൽ ബാക്കി പുറത്തുനിന്നുള്ളവർ വന്നിട്ട് അപ്പം എനിക്ക് തോന്നുന്നു അപ്പം മുതലേ അനുമോൾ ഒറ്റപ്പെടില്ല. അതിന് 1 വീക്ക് മുന്നേ ഒറ്റപ്പെടൽ എങ്ങനെയെങ്കിലും തുടങ്ങണമെന്ന് പറഞ്ഞിരിക്കണമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അനീഷേട്ടൻ വന്നിട്ട്, അനീഷേട്ടൻ തന്നെ പറയും. ഇത് ഇത്ര നാളെ അനീഷ് എന്നാണ് പറഞ്ഞുകൊണ്ട് എനിക്ക്, പക്ഷേ ഇപ്പം നമുക്കത് അനീഷേട്ടൻ തന്നെ പറയണം. അപ്പോൾ അനീഷ് വന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേനും അനുമോളിൻ്റെ പ്ലാനിങ് അങ്ങ് മാറി. കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അറിയില്ല. അപ്പോൾ അനുമോൾക്ക് ഇത് എല്ലാവരോടും പോയി പറയണം. അപ്പോൾ അനുമോൾ എല്ലാവരോടും പോയി മിണ്ടി. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോഴാണ് അനുമോള് വീണ്ടും ഒറ്റപ്പെടൽ കരച്ചിൽ കാർഡ് ഇറക്കിയത്. ഈ ലാലേട്ടൻ തുടങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ട് കരച്ചിൽ കുണുമോളെ എല്ലാവരും കൂടി ഒന്ന് കരയുവാണോ എന്നൊക്കെ. ഇപ്പം എന്താ ബിഗ് ബോസ് എന്നുള്ള ടീം കൊടുത്തേക്കണം, അനുമോൾക്ക് തന്നെ കപ്പ് വേണ്ടി. അതായത് ആദ്യം വലിയ 7ൻ്റെ പണിയാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇപ്പം സത്യം പറഞ്ഞ് ഞാൻ പണി കിട്ടേക്കണം മുഴുവൻ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനത് ലൈവ് കണ്ടേക്കണ ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട്, ലൈവും കണ്ടിട്ടുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇതില്ല, ലൈവില്ല. ആ സമയത്ത് ഇരുന്ന് ഞാൻ എപ്പിസോഡ്സും കണ്ടേക്കണ ആളാണ്. ആദ്യം ഞാൻ ലൈവ് മാത്രമേ കാണുള്ളൂ. കാരണം ലൈവ് കണ്ടിട്ട് എപ്പിസോഡ്സ് കണ്ടപ്പോൾ അതിനകത്ത് മുഴുവൻ കട്ട്സാണ് എല്ലാ കാര്യങ്ങളും. അതിനകത്ത് കൂടുതലും നമ്മുടെ ഇവരെ വെളുപ്പിക്കാനായിട്ട് അനുമോൾക്ക് കൂടുതൽ ഫേസ് ഇത് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയേക്കണത്. അപ്പം ഇതിനകത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പിസോഡ്സ് അതുകൊണ്ട് പിന്നെ എപ്പിസോഡ്സ് കാണാൻ തുടങ്ങി. എന്താണെന്ന് അറിയണമല്ലോ എന്ന് ചോദിച്ചാൽ എപ്പിസോഡ്സ് വെള്ളി, ശനി, ഞായറിൽ ഞാൻ പറഞ്ഞു ഇല്ലെന്ന്. അതെ, ലൈവ് ഇല്ലാത്തതുകൊണ്ട് അത് ഒന്ന് റിപ്പീറ്റഡും കാണും, പിന്നെ അത് ടൈം കിട്ടുമ്പോൾ ഇതും കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയണത്. അപ്പം കാരണം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേക്കണത്. എനിക്ക് അതിനകത്ത് അനുമോൾ ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, അനുമോൾക്ക് ഒരു വോട്ട് പോലും ഞാൻ കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഇറക്കിയേക്കണ കണ്ടന്റ് ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിഹിതവും മറ്റേ എന്താണ് കിടന്ന് കാണിച്ചു കൊടുക്കല്, എന്തൊക്കെയാണ് ആര്യനെ ജിസേലിനെ കുറിച്ച് എന്തൊക്കെ തറ പരിപാടികളുണ്ടോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണാണോ ഈ കപ്പ് കൊണ്ടുപോകേണ്ടത്? ഇത് ജനപ്രിയ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അല്ല. എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ് ഇതിപ്പോൾ. എൻ്റെ അനിമോൾ ഫാൻസ് വന്നിട്ട് എനിക്ക് വന്ന് കമൻറ്റ് ഇട്ടാലും എനിക്കൊന്നുമില്ല, ഒരു കുന്തുമില്ല, കുടച്ചക്രമില്ല, ഒന്നുമില്ല. ആരും കമൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പറയണേ ഞാൻ പറയും, അത്രേ ഉള്ളൂ. എന്തായാലും എൻ്റെയൊക്കെ മനസ്സിൽ അനീഷേട്ടന് തന്നെയാണ്. അനീഷ് അതിനകത്ത് ഈ ബിഗ് ബോസ് സീസണിൽ വന്നേക്കണം നല്ല കണ്ടസ്റ്റൻ്റ് എന്ന് പറയാൻ നേരത്ത് അനീഷേട്ടൻ, നിവിൻ, ഷാനവാസ്, ആര്യൻ, ജിസേൽ, അക്ബർ, ഇവരൊക്കെ നല്ല ഗെയിമേഴ്സാണ്. സത്യമായിട്ട് ഇവരൊക്കെ നല്ല ഗെയിമേഴ്സാണ്. അപ്പം എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളവർക്ക് പിന്നെ നൂറേ നല്ലൊരു ഗെയിമറാണ്. ഈ അതുപോലത്തെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് നൂറേനെ അതിൽ നിന്ന് മാറ്റിയത്, അതും നൂറേനെയൊക്കെ മാറ്റിയത് കാരണം ആ കൊച്ചു കിടന്ന് ആ പെൺകുട്ടി കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടു. ആ കുട്ടിക്ക് ഒരു ടോപ്പ് 5 ഒരു സ്ഥാനം കൊടുക്കണ്ടായിരുന്നു. ആ സ്ഥാനം പോലും കൊടുക്കാതെ ആ കൊച്ചിന് അത് കാരണം നമുക്ക് അറിയാം ഇന്ന് ആ ഡ്രസ്സിലൊക്കെ വന്നിട്ട് പോലും അവൻ്റെ അത്രയും ടയേർഡായിട്ട് ഈ നൂറ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പം അത് എന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഷോയിൽ നിന്നേക്കണത്. നമുക്കത് കണ്ടിട്ട് തന്നെ നമുക്കൊരു സങ്കടം വരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറിനെ കണ്ടിട്ട്. അപ്പം ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ടോപ്പ് 5 കയറാനൊരു അധികാരം കൊടുക്കണ്ടായിരുന്നു, അതുപോലും നിഷേധിച്ച് കളഞ്ഞു. എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഇത് 7ൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത് ആർക്കാ പണി കിട്ടിയത്? എന്തായാലും കൊള്ളാം. സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് സീസണൊക്കെ കാണാമെന്ന് പോലും അറിയും. ഇത്തവണ ലാലേട്ടൻ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ആൾക്കാർ കണ്ടിട്ടുണ്ട്, വോട്ട് കൂടുതൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇനി വരും സീസണിൽ അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുമോ? ഇതിനേക്കാളും നല്ലത് സത്യം പറഞ്ഞാൽ PR ബിഗ് ബോസിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ PR വർക്കിന് കൊടുക്കുക. അത് മെയിനായിട്ട് പേര് മറന്നു പോകാതെ തന്നെ വിനു എന്ന പുള്ളിക്കാരൻ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി PR കൊടുത്ത് PR കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ബിഗ് ബോസിൽ പോകുന്ന ആരാണ് ഫസ്റ്റ് കൊണ്ട് വിനുവിന് കൊണ്ട് PR കൊടുക്കണം. PR കൊടുത്താലേ ജയിക്കുള്ളൂ. പിന്നെ ഇത്തിരി ഫേസ് വാല്യൂ ഉള്ളപ്പോൾ അത് ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ടീംസ് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും കൊള്ളാം. പക്ഷെ ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, നമുക്ക് ഒരു എൻ്റർടൈനറായിട്ട് നമുക്കൊരാളെ ഏച്ചിട്ട് തന്നിട്ടുണ്ട്. ആരെ? നമ്മുടെ നിവിനെ. അതിനെ നമുക്ക് പരിചയപ്പെട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും താങ്ക്സ്.
അപ്പം ഇതിന് എനിക്കുള്ളത് ഞാൻ വാങ്ങിച്ചോളാം എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെനിക്ക് പറയാനാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.